നീ ഇതെന്താണ് വലിച്ചു കയറ്റുന്നത്? അച്ഛാ, ഇത് ക്രിയേറ്റിൻ ആണ് അച്ഛാ, മസിലിന് വേണ്ടിയിട്ടുള്ളത്. ഏത് ഈ വെള്ളപ്പൊടിയോ? ഇതൊക്കെ പിള്ളേർ മൂക്കിൽ കൂടെ കയറ്റുന്ന സാധനങ്ങളല്ലേ? എന്റെ അച്ഛാ, മൂക്കിൽ കൂടെ വലിച്ചു കയറ്റുന്നതൊക്കെ ആണ്, ഇത് ക്രിയേറ്റിൻ ആണ്. എടാ, ഈ സപ്ലിമെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കിട്ടി അടിച്ചു പോകുന്നതിന് പറഞ്ഞൂടെ? ഇല്ലല്ലോ, ഡോക്ടേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് ക്രിയേറ്റിൻ ശരീരത്തിന് നല്ലതാണെന്ന്. എന്നും നമുക്ക് പറ്റൂല, മോഹന്റെ മേതൊരു പറഞ്ഞിട്ടുണ്ട്. സപ്ലിമെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പലർക്കും മനസ്സിൽ വരുന്ന ഒരു ഇറാഷണൽ ഭയം, അല്ലെങ്കിൽ അതിനെ ഫോബിയ എന്ന് വേണമെങ്കിലും വിളിക്കാം. ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരിക്കും. ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് അപ്പീൽ ടു നേച്ചർ എന്നൊരു ന്യായ വൈകല്യം കാരണമാണ്. പലരും ചിന്തിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നും അതേപോലെ അൺനാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് കേടാണെന്നും എന്നതാണ്. എന്നാൽ ഇത് പലപ്പോഴും തെറ്റാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പല ഫ്രൂട്ട്സിലും സയനൈഡ് കാണാൻ പറ്റും. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതുകൊണ്ട് തന്നെ സയനൈഡ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സേഫ് സപ്ലിമെന്റ്സ് എടുക്കുന്നത് അവ അൺനാച്ചുറൽ ആണെങ്കിൽ പോലും പലപ്പോഴും അവ ഭയങ്കര പ്രോസസ്ഡ് ആവാറുണ്ട്. എന്നാലും അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ സേഫ് ആയിട്ടുള്ള ക്രിയേറ്റിൻ എന്ന് പറയുന്ന സപ്ലിമെന്റിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രിയേറ്റിനെ കുറിച്ച് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും പഠനങ്ങളും തെളിവുകളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ അപ്പീൽ ടു നേച്ചർ പോലെ തന്നെ പലർക്കും സംശയമുള്ള മറ്റൊരു കാര്യമാണ് സപ്ലിമെന്റും സ്റ്റെറോയിഡും തമ്മിലുള്ള ഡിഫറൻസ്. സപ്ലിമെന്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ഡയറ്റിലൂടെയും അതേപോലെ ആക്ടിവിറ്റീസിലൂടെയും നമ്മുടെ ശരീരത്തിന് കിട്ടാത്ത മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവ നമ്മൾ പ്രോസസ്ഡ് രീതിയിൽ എടുക്കുന്നു എന്നുള്ള കാര്യമാണ്. എന്നാൽ സ്റ്റെറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ നല്ലോണം മസിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ മാംസത്തിന് വളർച്ച ഉണ്ടാവും. ഇതിൽ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം, സേഫ് ആയിട്ടുള്ള സപ്ലിമെന്റ്സിന് നമ്മുടെ ശരീരത്തിന് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാക്കാറില്ല. എന്നാൽ സ്റ്റെറോയിഡ്സിന് ഭയങ്കര നെഗറ്റീവ് സൈഡ് എഫക്ട്സ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഫിറ്റ് ആവണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ്. ഇതിനുശേഷം കണ്ടിന്യൂസ് ആയി വർക്കൗട്ട് ചെയ്യുക, നല്ല എഫിഷ്യൻ്റ് ആയി വർക്കൗട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. മൂന്നാമത് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ള കാര്യമാണ്. ഈ 3 കാര്യങ്ങളും പക്കായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒരുപാട് സപ്ലിമെന്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഇത് 3ഉം നന്നായി ചെയ്യുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശാസ്ത്രീയമായി ഒരു ബിഗിനർക്ക് വേണം എന്ന് തെളിയിക്കപ്പെട്ട 3 സപ്ലിമെന്റ്സ് ആണുള്ളത്. ആദ്യത്തെ പ്രോട്ടീൻ പൗഡർ. ഈ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരെടുക്കണം, എപ്പോൾ എടുക്കണം എന്നുള്ള കാര്യം അതിവിടെ കാർഡ്സിൽ ഉണ്ടാകുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഡെയിലി റിക്വയർഡ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞത് സ്വന്തം ബോഡി വെയിറ്റ് ഇൻറ്റു 1.5 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 80 കിലോഗ്രാം വെയിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 80 × 1.5 120 ഗ്രാം ഓഫ് പ്രോട്ടീൻ ഞാൻ ഡെയിലി കഴിക്കേണ്ട ആവശ്യമാണ്. എന്നാൽ നല്ല ഡയറ്റ് എടുത്താൽ പോലും പലപ്പോഴും നമുക്ക് ഈ 120 ഗ്രാം പ്രോട്ടീൻ കിട്ടാറില്ല. അതുകൊണ്ട് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ്. അതേപോലെ രണ്ടാമത് സപ്ലിമെന്റ് എന്ന് പറയുന്നത് കഫീൻ എന്ന് പറഞ്ഞ ഒരെണ്ണമാണ്. ഈ കഫീൻ എന്ന് പറഞ്ഞ ഒരു പ്രീ വർക്കൗട്ടായിട്ട്, അത് വർക്കൗട്ടിന് തൊട്ട് മുന്നേ എടുക്കുന്ന ഒരു സ്റ്റിമുലൻ്റ് ആണ്. ഇത് എടുക്കുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടെ എനർജി കിട്ടും, കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കാഫീൻ എടുക്കുന്നത്. എന്നാൽ പ്രോട്ടീനും കാഫീനും നമ്മൾ നല്ല ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് പ്രോട്ടീൻ ആഹാരത്തിലൂടെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ ആവശ്യമില്ല. അതേപോലെ കാഫീൻ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലിഫ്റ്റേഴ്സിനുള്ളതാണ്. അതില്ലെങ്കിൽ പോലും നമുക്ക് വർക്കൗട്ട് ചെയ്ത് മാനേജ് ചെയ്യാവുന്നതാണ്. എന്നാൽ മൂന്നാമതായി പറയുന്ന ക്രിയേറ്റിൻ എന്ന് പറയുന്ന സപ്ലിമെന്റ്, അത് നമുക്ക് നല്ല ഡയറ്റ് കഴിച്ചാലോ അല്ലെങ്കിൽ നല്ലോണം ആക്ടിവിറ്റി ചെയ്താലോ പലപ്പോഴും നമുക്ക് നാച്ചുറലായി കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സപ്ലിമെന്റ് എടുക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ക്രിയേറ്റിൻ എടുക്കുന്നതിലൂടെയുള്ള ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അത് മസിൽ ബിൽഡ് ചെയ്യാൻ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാണ്ട് നമ്മുടെ ബ്രെയിനിനെ അത് പോസിറ്റീവായി അഫക്റ്റ് ചെയ്യും എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അത് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുമെന്നും ബ്രെയിൻ മെമ്മറി പവർ കൂട്ടുമെന്നൊക്കെ പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ് എന്ന് വീഡിയോയുടെ അവസാനം നമ്മൾ നോക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ക്രിയേറ്റിൻ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിന് ഊർജത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് ATP എന്നൊരു മോളിക്യൂളാണ്. എന്നാൽ നമ്മുടെ മസിൽസിൽ അതേ ATP രൂപത്തിൽ ഒരിക്കലും സ്റ്റോർ ചെയ്യപ്പെടാറില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ATP ആയി തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മസിൽസിൽ ലാക്റ്റിക് ആസിഡ് ഫോർമേഷൻ ഉണ്ടാകും. ഈ ലാക്റ്റിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിന് ഭയങ്കര പെയിൻ അനുഭവപ്പെടും. ഇതുകൊണ്ട് തന്നെ മസിൽസ് ATPനെ ADP എന്ന് പറഞ്ഞൊരു മോളിക്യൂളായി കൺവേർട്ട് ചെയ്യും. ഈ ADPനെ ATP ആയി തിരിച്ച് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ക്രിയേറ്റിൻ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കൂടുതൽ ക്രിയേറ്റിൻ എടുക്കുന്നതിലൂടെ കൂടുതൽ ATP ആയി കൺവേർട്ട് ചെയ്യും. ഇതിലൂടെ തന്നെ കൂടുതൽ ഊർജ്ജ സ്രോതസ് നമുക്ക് കിട്ടുവാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ എനർജി കിട്ടുന്നതായിരിക്കും. പലരും തെറ്റിദ്ധരിക്കാറുള്ളത് ക്രിയേറ്റിൻ ഡയറക്റ്റ്ലി മസിൽ ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ മാംസം വളരാൻ അത് ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഒരിക്കലും ക്രിയേറ്റിൻ ഡയറക്റ്റായി മസിൽ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറില്ല. പകരം അത് ചെയ്യുന്ന 2 കാര്യമാണ്.
ആദ്യം നമുക്ക് കൂടുതൽ ഊർജ്ജം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കൂടുതൽ ഊർജ്ജം കിട്ടുമ്പോൾ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽ പ്രോട്ടീൻ സിന്തസിസും അതേപോലെ പ്രോഗ്രസീവ് ഓവർലോഡിങ്ങും സംഭവിക്കും. ഇത് രണ്ടും സംഭവിക്കുന്നതിലൂടെ നമുക്ക് നല്ല മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഈ ക്രിയേറ്റിൻ എടുക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകും. ഈ വാട്ടർ റിട്ടൻഷൻ സംഭവിക്കുന്നത് മസിൽസിൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത്, അല്ലാതെ തൊലിയുടെ അടിയിലോ ഒന്നും അല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല കാര്യമാണ്. ഇതുകൊണ്ട് തന്നെ ഈ മസിൽസ് കാണാൻ കുറച്ച് വലുതായിട്ട് തോന്നുന്നതായിരിക്കും. നമ്മുടെ ശരീരത്തിന് മെത്തേണിൻ, ഗ്ലൈസിൻ, ആർജിനിൻ ഈ 3 മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് കുറച്ചൊക്കെ ക്രിയേറ്റിൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കുറച്ചൊക്കെ ക്രിയേറ്റിൻ കിട്ടാറുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടപ്പെട്ട ഡെയിലി റിക്വയർഡ് എമൗണ്ട് ഓഫ് ക്രിയേറ്റിൻ എന്ന് പറഞ്ഞത് ഈ 2 കാര്യങ്ങളിലൂടെ ഒരിക്കലും എത്തപ്പെടാറില്ല. ഇതുകൊണ്ട് തന്നെ ക്രിയേറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. പല പഠനങ്ങളും തെളിയിക്കുന്നത് ക്രിയേറ്റിൻ എടുക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൈക്കോജൻ പ്രൊഡക്ഷൻ കൂടും എന്നുള്ളതാണ്. ഈ ഗ്ലൈക്കോജൻ ഉണ്ടാക്കുന്നത് കൂടുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, അതേപോലെ മെമ്മറി ഇതൊക്കെ കൂടാറുണ്ട് എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സപ്ലിമെൻറ്റ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ളത് ഈ ക്രിയേറ്റിൻ എന്ന് പറയുന്ന സപ്ലിമെൻറ്റിലാണ്. 700ഓളം പഠനങ്ങൾ തെളിയിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ക്രിയേറ്റിൻ എടുക്കുന്നത് സേഫ് ആണെന്നും അതേപോലെ നല്ല എഫിക്കസി ഉള്ള ഒരു സപ്ലിമെൻ്റ് ആണെന്നും എന്നാണ്. എന്നാൽ ചില പഠനങ്ങൾ തെളിയിക്കുന്നത് 20 മുതൽ 30% വരെയുള്ള ആൾക്കാർ ക്രിയേറ്റിന് റെസ്പോണ്ട് ചെയ്യാറില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിൻ എടുത്താലും ഈ പറഞ്ഞ ഗുണങ്ങൾ അവർക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ക്രിയേറ്റിൻ എഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ക്രിയേറ്റിൻ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്രിയേറ്റിൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു പൊടി രൂപത്തിലാണ് പലപ്പോഴും നമുക്ക് കിട്ടാറുള്ളത്. അതിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് പല വേരിയൻസ് ഓഫ് ക്രിയേറ്റിൻ അവൈലബിൾ ആണ്. ഇതിൽ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതൽ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ ക്രിയേറ്റിൻ HCl, ക്രിയേറ്റിൻ ഈഥൈൽ എസ്റ്റർ പോലുള്ള വേരിയൻസും അവൈലബിൾ ആണ്. എന്നാൽ ഏറ്റവും റെക്കമെൻഡ് എന്ന് പറയുന്നത് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ്. ഈ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റിന് ഏകദേശം ഒരു 500 ഗ്രാമിന് 1000 രൂപ വെച്ചായിരിക്കും അതിൻ്റെ വില. ഇത് നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗ്രാം, അതായത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കറത്തിയായിരിക്കും നമ്മൾ കുടിക്കേണ്ടത്. ഈ ക്രിയേറ്റിൻ കഴിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ വർക്കൗട്ടിന് മുന്നേ എടുക്കണമെന്നോ പിന്നെ എടുക്കണമെന്നോ എന്നില്ല. അതേപോലെ ആഹാരം കഴിക്കുന്നതിന് മുന്നെയോ പിന്നെയോ എടുക്കണം എന്നില്ല. ഏതെങ്കിലും സമയം നമ്മൾ 5 ഗ്രാം വെച്ച് ഒരു ദിവസം ക്രിയേറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ എഫക്റ്റും നമ്മുടെ ബോഡിക്ക് കിട്ടും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ കുറച്ച് പഠനങ്ങൾ ഇതിൻ്റെ ഒരു ലോഡിംഗ് ഫേസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ ക്രിയേറ്റിൻ ഒരു 20 ഗ്രാം വെച്ച് ഒരാഴ്ച എടുത്തിട്ട് പിന്നെ 5 ഗ്രാം വെച്ച് സബ്സിക്വൻറ്റ് വീക്സ് എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇപ്പോൾ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ 5 ഗ്രാം വെച്ച് പിന്നെ അങ്ങോട്ട് 5 ഗ്രാം വെച്ച് എടുത്തുകൊണ്ടിരുന്നാൽ മതി എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. വൺസ് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയി ക്രിയേറ്റിൻ എടുക്കാവുന്നതാണ്, ദിവസം 5 ഗ്രാം വെച്ചിട്ട്. പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് 6 വർഷം കഴിഞ്ഞിട്ട് പോലും പലർക്കും എഫക്റ്റീവ് ആവാറുണ്ട് ക്രിയേറ്റിൻ എന്നുള്ളതാണ്. പിന്നെ അഥവാ എന്തെങ്കിലും റീസൺ കൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റിൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് പ്രോട്ടോകോൾസ് ഒന്നുമില്ല. ഏത് ദിവസം വേണോ നിങ്ങൾക്ക് ക്രിയേറ്റിൻ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നന്നായി ഹൈഡ്രേറ്റഡ് ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ക്രിയേറ്റിൻ എടുക്കുന്നതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ളത് ഈ ക്രിയേറ്റിൻ എന്ന് പറയുന്ന സപ്ലിമെൻറ്റിലാണ്. ആൻഡ് ഇതിൽ പല പഠനങ്ങളും തെളിയിക്കുന്നത് ക്രിയേറ്റിൻ എടുക്കുന്നതിലൂടെ യാതൊരു സൈഡ് എഫക്ട്സും വരാറില്ല എന്നുള്ളതാണ്. എന്നാൽ ക്രിയേറ്റിൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹെയർ ലോസ് ആണ്. ഈ ഹെയർ ലോസ് ക്രിയേറ്റിൻ എടുക്കുന്നവർക്ക് പുതിയതായിട്ട് ഉണ്ടാവും എന്നല്ല, പകരം ഫാമിലി ഹിസ്റ്ററിയിൽ ഹെയർ ലോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ഹെയർ ലോസ് കുറച്ച് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്രിയേറ്റിൻ എടുക്കുന്നതിലൂടെ അത് കുറച്ചുകൂടെ കൂടും എന്ന് ഒരു പഠനം തെളിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും, മാത്രമല്ല ഈ പഠനത്തിൻ്റെ സാമ്പിൾ സൈസ് വളരെ ചെറുതായതുകൊണ്ട് അതിൻ്റെ കൺക്ലൂഷൻസ് അത്ര എവിഡൻ്റ് അല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി ഗുരുതരമായ കിഡ്നി പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ക്രിയേറ്റിൻ എടുക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം ഒരു ലുക്ക് ആൻഡ് ഫീലിൻ്റെ കാര്യമാണ്. അതൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ റിട്ടൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ക്രിയേറ്റിൻ എടുക്കുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് കുറച്ച് കൂടുതലായിട്ടും നിങ്ങൾ കുറച്ച് തടിച്ചതായിട്ടും നിങ്ങൾക്ക് ഫീൽ ആവും. അതൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ നെഗറ്റീവ്സിനെയും പോസിറ്റീവ്സിനെയും വെച്ച് നോക്കുമ്പോൾ ഇത്ര അഫോർഡബിളായി കിട്ടുന്ന ക്രിയേറ്റിൻ എന്ന് പറയുന്ന സപ്ലിമെൻറ്റ് നിങ്ങൾ എടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓൾറൈറ്റ്, ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തംസ് അപ്പ് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മെല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.